ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 പത്രോസ് 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. നാം ഇന്നും പ്രായവും രൂപവും ഒന്നും നോക്കാതെ ദാഹിക്കണം. അഥവാ ദൈവത്തോട് പറയണം, അമ്മ തരുന്നത് പോലെ സ്നേഹത്തിൻ്റെ പാലെനിക്ക് തരണം. കടുകെട്ടിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് നിൻ്റെ പരിശുദ്ധവും ആത്മീയവുമായ സ്വർഗീയ ദുഗ്ധം പാലെനിക്ക് നൽകണം. രക്ഷയിലേക്ക് എന്നെ വളർത്തിക്കൊണ്ട് വരണം. കർത്താവ് നല്ലവനാണ് എന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം നല്ലവനാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഒരു നാണവും ഒരു ചളിപ്പമില്ലാതെ ഈശോയെ പരിശുദ്ധവും ആത്മീയവുമായ പാല് നൽകി എന്നെ വളർത്തണം. ഞാൻ ആരുമല്ല, എന്തുമല്ല, ഞാൻ എങ്ങും എത്തിയിട്ടില്ല. പരിശുദ്ധവും ആത്മീയവുമായ പാല് എനിക്ക് നൽകണമേ എന്ന് ഇളം പൈതലിനെ പോലെ ദാഹിച്ചാൽ, ദാഹിക്കുന്നവൻ്റെ ചുണ്ടിലേക്ക് ദാഹജലം പോലെ ദൈവമാത്മീയമായ ദുഗ്ധം, പരിശുദ്ധമായ ദുഗ്ധം, പ്രബോധനങ്ങളെയും വെളിപാടുകളെയും പാലുപോലെ ലളിതമായി അയവുള്ളതായി നിനക്ക് നൽകും. നീ പഠിക്കും, നീ ജ്ഞാനം കൊണ്ട് നിറയും, നീ ഉയരും. അങ്ങനൊരു അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.